ഹലോ, നമസ്കാരം എവരിവൺ. കോളിഫ്ലവർ ഫ്രൈ ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യാം. കോളിഫ്ലവർ എല്ലാം ഒന്ന് അടർത്തി ഒരേപോലെ എടുത്തതിന് ശേഷം ചൂടുവെള്ളം അതിലൊഴിക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനുള്ള ഇൻസെക്ട്സ് എല്ലാം പോകാനായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ സമയത്തിനുള്ളിൽ നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നീട് സോയാ സോസ്, കുറച്ചുപ്പ്, റെഡ് ചില്ലി പൗഡർ. ഇത് കളറായിട്ടുള്ള പൗഡറാണ്, അധികം എരിവില്ല. അതിനുശേഷം വിനീഗർ ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ലൈം ജ്യൂസ്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിപ്പോൾ അരി പൗഡർ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് അരി പൗഡർ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത്. അരി പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്. അത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി ഉപ്പ് ഇട്ട് ഇളക്കി വയ്ക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ടാണ്. കുറച്ച് അരി പൗഡർ ഉള്ളത് നമ്മൾ ഈ കോളിഫ്ലവറിനകത്തോട്ട് ഇട്ട് ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് പുരട്ടി വയ്ക്കുക. മാവിൽ കോളിഫ്ലവർ അരി പൗഡർ എന്നാണ് നല്ലത്. കുറച്ച് വേണമെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടം പുരട്ടുക. അതിന് ശേഷം കസൂരി മേത്തി ഇതിൽ മാവിൽ ആഡ് ചെയ്യുന്നുണ്ട്, ബാറ്ററിൽ. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ആ ബാറ്ററിലോട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റ് വെച്ചതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട്